വാഹനങ്ങളുടെ ലോകത്തെ അവസാന വാക്കായിരുന്നു ഒരു കാലത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഡിട്രോയിറ്റ് നഗരം. വാഹന നിർമ്മാണ മേഖലയിൽ ഹെൻറി ഫോർഡ് എന്ന വ്യവസായി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച നഗരം. 20-ാം നൂറ്റാണ്ടിന്റെ ഒന്നാം പകുതിയിൽ അതിവേഗം പുരോഗതിയിലേക്ക് കുതിച്ച നഗരം പിന്നീട് വിദേശ വാഹന നിർമ്മാതാക്കളുടെ വരവോടെ ക്ഷയിച്ചു പോവുകയാണ് ഉണ്ടായത്. പഴയ പ്രതാപകാലത്തിന്റെ നിഴൽ മാത്രമായി ഒതുങ്ങിപ്പോയ ഡിട്രോയിറ്റ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിലും കാര്യമായി പിന്നീട് വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന സ്മാരകങ്ങളും ഭൂപ്രകൃതിയുമൊക്കെയാണ് ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ. ഡിട്രോയിറ്റ് നദിയും പരിസരവും സന്ദർശകർക്ക് ധാരാളം കാഴ്ചകൾ സമ്മാനിക്കുന്നു. അതുപോലെ GM, ഫോർഡ് തുടങ്ങിയ കമ്പനികളുടെ പ്രവർത്തന കേന്ദ്രങ്ങളും ടൂറിസ്റ്റുകൾക്ക് പുതിയ അനുഭവമായിരിക്കും. പോകാം ഡിട്രോയിറ്റിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഡിട്രോയിറ്റ് നഗരത്തിലെ പ്രധാനപ്പെട്ട 9 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഡൗൺ ടൗൺ, തുടർന്ന് ഗ്രീക്ക് ടൗൺ, അടുത്തതായി GM റിനൈസൻസ് സെന്റർ, പിന്നെ ഹാർട്ട് പ്ലാസ, തുടർന്ന് ഡിട്രോയിറ്റ് റിവർ, അവിടെ നിന്നും ബെൽ ഐൽ പാർക്ക്, അടുത്തതായി ദി ഹെൻറി ഫോർഡ് മ്യൂസിയം, പിന്നെ ഫെയർ ലെയ്ൻ, അവസാനമായി ഡിട്രോയിറ്റ് സൂ. ഡിട്രോയിറ്റ് നഗരത്തിലെ ഡൗൺ ടൗണിൽ നിന്നും ഈ യാത്ര ആരംഭിക്കാം. അമേരിക്കയിലെ മറ്റു പ്രശസ്ത നഗരങ്ങളുടെ ഡൗൺ ടൗണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡിട്രോയിറ്റിന്റെ ഡൗൺ ടൗൺ അതിന്റെ പഴയ പ്രതാപകാലത്തിന്റെ സ്മരണകളാൽ സമ്പന്നമാണ്. ആ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ ഇവിടെ ഇപ്പോഴും കാണാനാവുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഓട്ടോമൊബൈൽ രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തുകയും പിന്നീട് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്ത സംഭവബഹുലമായ ചരിത്രത്തിന്റെ ബാക്കി പത്രമാണ് ഈ കാഴ്ചകൾ. സാമ്പത്തികമായി തളർന്നെങ്കിലും നിരവധി കെട്ടിടങ്ങൾ ഡൗൺ ടൗണിലെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്നുണ്ട്. ഗാർഡിയൻ ബിൽഡിംഗ് എന്ന ബഹുനില മന്ദിരം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ആർട്ട് ഡെക്കോ ശൈലിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള നിർമ്മിതിയുടെ വാസ്തുവിദ്യാപരമായ ആഢ്യത്വവും പ്രൗഢിയും എടുത്തു പറയണം. ഇന്നിത് ദേശീയ തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള സ്മാരകം കൂടിയാണ്. ഡിട്രോയിറ്റ് പീപ്പിൾ മൂവർ എന്നറിയപ്പെടുന്ന മെട്രോ സർവീസാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മറ്റൊരു ആക്ടിവിറ്റി. ഡൗൺ ടൗൺ ചുറ്റി സഞ്ചരിക്കുന്ന മെട്രോയാണിത്. 13 സ്റ്റേഷനുകളിൽ കൂടി കടന്നുപോകുന്ന പീപ്പിൾ മൂവറിൽ കയറിയാൽ നഗരത്തിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളെക്കുറിച്ചും അവയുടെ സ്ഥാനത്തെപ്പറ്റിയും ഏകദേശ ധാരണ ലഭിക്കും. അതിനുശേഷം പ്രധാന കാഴ്ചകൾ തെരഞ്ഞെടുത്ത് വിശദമായി കാണാം. ഇനി നാം പോകുന്നത് ഡൗൺ ടൗണിലെ ഗ്രാൻഡ് സർക്കസ് പാർക്കിലേക്കാണ്. ഡൗൺ ടൗൺ ഈ ഉദ്യാനത്തിന് ചുറ്റുമായാണ് വികസിച്ചു വന്നിരിക്കുന്നത്. മിലേനിയം ബെൽ എന്ന ഭീമൻ മണിയാണ് ഗ്രാൻഡ് സർക്കസ് പാർക്കിലെ പ്രധാന കാഴ്ച. പുതിയ നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന വേളയിൽ മണി മുഴക്കുന്നതിനായി 1999 സ്ഥാപിച്ചതാണിത്. സെൻട്രൽ യുണൈറ്റഡ് മെത്തഡിസ്റ്റ് ദേവാലയമാണ് ഡൗൺ ടൗണിൽ കാണേണ്ട മറ്റൊരു പ്രധാന കാഴ്ച.
ഗോത്തിക് ശൈലിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മനോഹര നിർമ്മിതിയാണിത്. മനോഹരമായി സ്റ്റെയിൻ ചെയ്ത ജാലകങ്ങൾ, ചുവർ ചിത്രങ്ങൾ എന്നിവയൊക്കെ ഈ ദേവാലയത്തെ സവിശേഷമാക്കി മാറ്റുന്നു. ഇനി നമുക്ക് ഡിട്രോയിറ്റ് നഗരത്തിലെ എന്റർടൈൻമെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ സെന്ററായ ഗ്രീക്ക് ടൗണിലേക്ക് പോകാം. ഷോപ്പിംഗിനും വിനോദത്തിനുമായി നഗരവാസികൾ ഒഴിവു ദിവസങ്ങളിൽ എത്തുന്ന ഇടമാണിത്. റെസ്റ്റോറന്റുകൾ, ബാറുകൾ, കാസിനോകൾ, മാളുകൾ എന്നിവയെല്ലാം ഗ്രീക്ക് ടൗണിലെ സ്ട്രീറ്റുകളിലുണ്ട്. നഗരത്തിൽ നൈറ്റ് ലൈഫ് ഏറ്റവും സജീവമായ പ്രദേശവും ഇതാണ്. 1960-കൾ വരെ വലിയ പ്രതാപത്തോടെ നിലനിന്നിരുന്ന ഗ്രീക്ക് ടൗൺ പിന്നീട് നഗരത്തിന് സാമ്പത്തികമായി തിരിച്ചടി നേരിട്ടതോടെ ക്ഷയിച്ചു പോവുകയാണ് ഉണ്ടായത്. മുൻകാലത്തെ അതേ പ്രതാപം ഗ്രീക്ക് ടൗണിന് പൂർണ്ണമായി തിരിച്ചു പിടിക്കാനായിട്ടില്ലെങ്കിലും ഇന്ന് ഇവിടം സജീവമായ ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിനോദ കേന്ദ്രം എന്നതിനപ്പുറം ഡിട്രോയിറ്റിന്റെ ചരിത്രവുമായും ഈ പ്രദേശത്തിന് അടുത്ത ബന്ധമുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരത്തോടെയാണ് ഗ്രീക്ക് ടൗണിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുക. അവധി ദിവസങ്ങളിൽ തിരക്ക് കൂടുകയും ചെയ്യും. രാത്രി വൈകുവോളം ബാറുകളിലും പബ്ബുകളിലും സമയം ചിലവഴിച്ചിട്ടേ സന്ദർശകർ തിരിച്ചു പോകും. ഈ ആഘോഷ കാഴ്ചകൾ കണ്ടും അനുഭവിച്ചും ഇവിടെ സമയം ചിലവിടുന്നത് രസകരമായ അനുഭവം തന്നെയാണ്. ഗ്രീക്ക് ടൗണിൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് സെയിന്റ് മേരീസ് ചർച്ച്. ഇഷ്ടിക കൊണ്ട് പണികഴിപ്പിച്ച ദേവാലയ മന്ദിരം റോമനസ്ക് ശൈലിയിലാണ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളത്. വിശാലമായ ദേവാലയത്തിന്റെ അലങ്കാര സമ്പന്നമായ ഉൾഭാഗവും ഒരു ഗംഭീര കാഴ്ചയാകുന്നുണ്ട്. അടുത്തതായി കാണേണ്ടത് വാഹനപ്രേമികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായ GM റിനൈസൻസ് സെന്റർ ആണ്. ജനറൽ മോട്ടോഴ്സിന്റെ ഗ്ലോബൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 30-ലധികം രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന കമ്പനിയുടെ നയപരമായ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നതും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതുമെല്ലാം ഇവിടെ നിന്നാണ്. 12-ൽ പരം വ്യത്യസ്ത ബ്രാൻഡുകളിലുള്ള വാഹനങ്ങൾ കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ പുതിയ മോഡലുകളും ഭാവിയിൽ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങളുടെ കൺസെപ്റ്റ് മോഡലുകളും താഴത്തെ നിലയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോമൊബൈൽ എക്സിബിഷൻ സെന്റർ കൂടിയാണിതെന്നും പറയാം. വാഹനപ്രേമികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകവും ഈ പ്രദർശനമാണ്. GM റിനൈസൻസ് കോംപ്ലക്സിൽ ഒരു സെൻട്രൽ ടവറും മറ്റ് 6 ടവറുകളും ഉൾപ്പെടുന്നുണ്ട്. ഡിസൈൻ കണക്കിലെടുക്കുമ്പോൾ ഇതൊരു ആർക്കിടെക്ചറൽ അത്ഭുതം തന്നെയാണ്. GM ഓഫീസുകൾ മാത്രമല്ല റിനൈസൻസ് സെന്ററിൽ പ്രവർത്തിക്കുന്നത്. മറ്റ് കമ്പനികളുടെ ഓഫീസുകൾ, മാരിയറ്റ് ഹോട്ടൽ എന്നിവയെല്ലാം സമുച്ചയത്തിന്റെ ഭാഗമാണ്. GM സെന്ററിലെ മുകൾ നിലകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഡിട്രോയിറ്റ്, വിൻസർ നഗരങ്ങളുടെ വിശാലമായ പനോരമിക് കാഴ്ചകൾ കാണാനാകും. പല നിലകളിലായി 12-ലധികം റെസ്റ്റോറന്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. നദീതീരത്തെ പ്രൊമനേഡാണ് റിനൈസൻസ് സെന്ററിന്റെ മറ്റൊരാകർഷണം. ഇനി കാണേണ്ടത് ഹാർട്ട് പ്ലാസയാണ്. ഡിട്രോയിറ്റ് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പൊതുചത്വരം. ഡിട്രോയിറ്റ് നദീതീരത്തോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഡിട്രോയിറ്റ് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒത്തുകൂടൽ കേന്ദ്രം കൂടിയാണിത്.
വിശേഷ ദിവസങ്ങളിൽ ഇവിടെ വിപുലമായ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. സ്ഥിരമായി കലാപരിപാടികൾ അരങ്ങേറുന്ന ഇടമെന്നതാണ് ഈ സ്ക്വയറിന്റെ മറ്റൊരാകർഷണം. അതുപോലെ ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിലും ഇവിടം ഒത്തുകൂടലുകൾക്ക് വേദിയാകുന്നു. അർത്ഥവത്തായ ആശയങ്ങൾ പങ്കുവെക്കുന്ന മോഡേൺ ഇൻസ്റ്റലേഷനുകൾ ഈ സ്ക്വയറിന്റെ മുഖ്യ സവിശേഷതയാണ്. ഇതിലൊന്നാണ് ട്രാൻസെൻഡിങ് മോണുമെന്റ് എന്ന ശില്പം. തൊഴിലാളി വർഗ സംഘടനകളുടെ പോരാട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ഓർമ്മകൾ ഇവിടെ പ്രതീകവൽക്കരിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഓട്ടോമൊബൈൽ വർക്കേഴ്സ് യൂണിയനാണ് ഇതിവിടെ സ്ഥാപിച്ചത്. ഇനിയുള്ളത് ഡിട്രോയിറ്റ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഗേറ്റ്വേ ടു ഫ്രീഡം എന്നൊരു ശില്പമാണ്. ഒരു കാലത്ത് അടിമത്തം അതിന്റെ ഏറ്റവും നീചമായ രൂപത്തിൽ നിലനിന്നിരുന്ന അമേരിക്കൻ സമൂഹത്തെ ഈ ശില്പം ഓർമ്മിപ്പിക്കുന്നു. ഡിട്രോയിറ്റ് നദിക്കപ്പുറം കാനഡയിൽ അടിമത്തം നിരോധിച്ചിരുന്നതിനാൽ സ്വാതന്ത്ര്യം തേടി നിരവധി ആഫ്രിക്കൻ അമേരിക്കൻ വംശജർ ഈ കരയിൽ എത്തിയിരുന്നു. ആ കാലത്തെ ഹൃദയസ്പർശിയായ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹാർട്ട് പ്ലാസയ്ക്ക് സമീപമുള്ള റിവർ വാക്കാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷക ഘടകം. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അടുത്തതായി നഗരത്തിലെ ഏറ്റവും സജീവമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് വിശേഷിപ്പിക്കാനാകുന്ന ഡിട്രോയിറ്റ് നദിയുടെ കാഴ്ചകളിലേക്ക് പോകാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും കാനഡയെയും വേർതിരിച്ചുകൊണ്ടാണ് ഇവിടെ നദിയുടെ ഒഴുക്ക്. അതുകൊണ്ട് തന്നെ 2 ബൃഹത്ത് രാജ്യങ്ങൾക്കിടയിൽ നിൽക്കുന്ന അനുഭവം മനസ്സിൽ കൗതുകം നിറയ്ക്കും. വോക്വേകളാണ് ഡിട്രോയിറ്റ് നദിയുടെ കരയിൽ ഏറ്റവും അധികം സന്ദർശകർ എത്തുന്ന ഇടം. കിലോമീറ്ററുകളോളം നീളത്തിൽ നദിയുടെയും കരയുടെയും കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇതിലെ നടക്കാം. നദിക്കപ്പുറം കാനഡയിലെ വിൻസർ നഗരമാണെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ആഗോള വാഹന ഭീമൻ ജനറൽ മോട്ടോഴ്സിന്റെ ആസ്ഥാനവും ഇവിടെ നിന്നും പൂർണ്ണമായി കാണാനാകും. പ്രഭാതത്തിൽ വ്യായാമത്തിനായും വൈകുന്നേരങ്ങളിൽ സമയം ചിലവിടുന്നതിനും ധാരാളം ആളുകൾ ഇവിടെ ഒത്തുകൂടുന്നുണ്ട്. സൂര്യാസ്തമയം കാണാൻ അനുയോജ്യമായ ഇടവും നദീതീരമാണ്. റിവർ ക്രൂസ് ആണ് ഡിട്രോയിറ്റ് നദിയിൽ ആസ്വദിക്കേണ്ട ഒരു പ്രധാന ആക്ടിവിറ്റി. ഇതിൽ പ്രധാനമായത് ഡിട്രോയിറ്റ് നദിയിൽ നടത്തപ്പെടുന്ന ഡിട്രോയിറ്റ് പ്രിൻസസ് റിവർ ബോട്ട് ക്രൂസ് ആണ്. അതിഥികളും ജീവനക്കാരും ഉൾപ്പെടെ ഒരേ സമയം 1800 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഡിട്രോയിറ്റ് പ്രിൻസസ്. ഈ ക്രൂസ് ബോട്ട് ഒരു മനോഹരമായ ടൂറിസ്റ്റ് അനുഭവമാണ്. നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഡിട്രോയിറ്റ് നഗരത്തിന്റെ സ്കൈ ലൈനും കാനഡയിലെ വിൻഡ്സർ നഗര ദൃശ്യങ്ങളും ഒരുമിച്ച് ആസ്വദിക്കാനാകും. സംഗീതം, ഭക്ഷണം, മനോഹര കാഴ്ചകൾ എന്നിവ ഒത്തുചേരുന്ന ഈ ബോട്ട് ക്രൂസ് നിങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കും. കൂടാതെ സൈറ്റ് സീയിങ് ക്രൂസ്, ഡിന്നർ ക്രൂസ് തുടങ്ങിയ പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്. സൈറ്റ് സീയിങ് ക്രൂസുകളിൽ കാഴ്ചകൾ കണ്ടും ഗൈഡിന്റെ വിവരണങ്ങൾ കേട്ടും നദിയിലൂടെ യാത്ര ചെയ്യാം. ഡിന്നർ ക്രൂസുകൾ ആഘോഷത്തിനും രുചികരമായ ഭക്ഷണത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. ഇതുകൂടാതെ കയാക്കിംഗ്, സ്പീഡ് ബോട്ടിംഗ്, പെഡൽ ബോട്ടിംഗ് എന്നിങ്ങനെയുള്ള ആക്ടിവിറ്റികൾക്കും ഡിട്രോയിറ്റ് തീരത്ത് സൗകര്യങ്ങളുണ്ട്.
നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നേച്ചർ റിക്രിയേഷൻ സെന്ററായ ബെൽ ഐൽ പാർക്കാണ്. 982 ഏക്കർ വിസ്തൃതിയിൽ ഡിട്രോയിറ്റ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ചരിത്രപരമായി പ്രാധാന്യമുള്ള ഈ ദ്വീപ് പിന്നീട് ഒരു സുപ്രധാന വിനോദ കേന്ദ്രമായി വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ സമയം ചെലവഴിക്കാൻ മികച്ച ഡെസ്റ്റിനേഷനാണിത്. വിനോദത്തിനായി ധാരാളം സൗകര്യങ്ങൾ ദ്വീപിൽ ഒരുക്കിയിട്ടുമുണ്ട്. തീരത്തെ വോക്ക്വേകളിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതും സൈക്കിളിലൂടെ സഞ്ചരിക്കുന്നതും വളരെ രസകരമായ അനുഭവമായിരിക്കും. നദിയുടെ ഇരുകരകളുടെയും പല കോണുകളിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങളാണ് വോക്ക്വേയുടെ ആകർഷണം. സൂര്യോദയ സൂര്യാസ്തമയ കാഴ്ചകൾ ആസ്വദിക്കാൻ നദീതീരമാണ് ഏറ്റവും മികച്ചത്. കൂടാതെ ബീച്ച് ഏരിയയിൽ സുരക്ഷിതമായി ജലകേളികളിൽ ഏർപ്പെടാനും കഴിയും. കുട്ടികൾക്ക് കളിക്കാനും പാർക്കിൽ വേണ്ടത്ര സൗകര്യങ്ങളുണ്ട്. അന്ന സ്ക്രിപ്സ് വിറ്റ്കോംബ് എന്ന ഗ്രീൻ ഹൗസ് ദ്വീപിൽ തീർച്ചയായും കാണേണ്ട ഒരു കാഴ്ചയാണ്. എക്സോട്ടിക് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഗ്രീൻ ഹൗസിന് ചുറ്റും മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തൊരു പാർക്കും കൂടിയുണ്ട്. ചെറുതെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള അക്വേറിയമാണ് പാർക്കിലെ മറ്റൊരു കാഴ്ച. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആദ്യമായി സ്ഥാപിച്ച ജലജീവി പ്രദർശന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇത് കൂടാതെ കയാക്കിംഗ്, യോട്ട് വാടകയ്ക്കെടുത്തുള്ള നദീയാത്ര എന്നിവയും ബെൽ ഐൽ പാർക്കിൽ നിന്നും ഏർപ്പെടാനാകുന്ന ആക്ടിവിറ്റികളാണ്. ഇനി പോകുന്നത് ഡിയർബോണിലെ ഹെൻറി ഫോർഡ് മ്യൂസിയം കാണാനാണ്. ഫോർഡ് കമ്പനിയുടെയും അമേരിക്കയുടെ വാഹന മേഖലയുടെയും ചരിത്രം അവതരിപ്പിച്ചിട്ടുള്ള പ്രദർശന കേന്ദ്രമാണിത്. വാഹനങ്ങളുടെ മാത്രമല്ല, വിവിധ തരം യന്ത്രങ്ങൾ വികസിച്ചു വന്ന പശ്ചാത്തലവും കൂടി മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസിക് രൂപഭാവങ്ങളോടെയാണ് മ്യൂസിയത്തിലെ മന്ദിരങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇവയിൽ മിക്കതും നിർമ്മിച്ചത് 1930കളിലും. ഇഷ്ടിക ഉപയോഗിച്ചുള്ള സവിശേഷമായ നിർമ്മാണ രീതി ഈ മന്ദിരങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. മ്യൂസിയത്തിനു പുറമെ ഫോർഡിന്റെ ഉടമസ്ഥതയിലുള്ള റിസർച്ച് സെന്ററുകളും ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിമനോഹരമായാണ് മ്യൂസിയം പ്രവർത്തിക്കുന്ന മന്ദിരം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹെൻറി ഫോർഡിന്റെ പ്രത്യേക താൽപര്യം ഈ രൂപകൽപ്പനയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. പ്രദർശനം മുഴുവനായി കാണാൻ ഏതാണ്ട് 4 മണിക്കൂർ വേണ്ടിവരും. എന്നാൽ വിശദമായി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമയമെടുത്ത് സന്ദർശനം പൂർത്തിയാക്കാം. അതോടൊപ്പം ഗൈഡിന്റെ സഹായവും തേടാം. ആദ്യകാലത്തെ വാഹനങ്ങളും യന്ത്രഭാഗങ്ങളുമൊക്കെയാണ് ഫോർഡ് മ്യൂസിയത്തിൽ വാഹനപ്രേമികളെ ആകർഷിക്കുന്ന പ്രധാന കാഴ്ച. വാഹനലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച പല മോഡലുകളും ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്കാലത്തെ സാങ്കേതിക വിദ്യകളും പ്രവർത്തിപ്പിച്ചിരുന്ന രീതികളും മറ്റും ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് അത്ഭുതം തന്നെയാണ്. ചരിത്രം പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടുകൂടിയും ഇവിടെ വിഷയങ്ങളെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പ്രദർശനം ഏറെ സഹായകമാകുന്നു. അടുത്തതായി കാണേണ്ടത് ഫോർഡ് കമ്പനിയുടെ സ്ഥാപകനായ ഹെൻറി ഫോർഡ് താമസിച്ചിരുന്ന ഫെയർ ലെയിൻ എസ്റ്റേറ്റ് ആണ്. ഒരു സ്വാഭാവിക വനപ്രദേശം പോലെ സംരക്ഷിച്ചിട്ടുള്ള വിശാലമായ പറമ്പാണിത്. ആഡംബരങ്ങൾ ഒഴിവാക്കി
പ്രകൃതിക്ക് ഇണങ്ങും വിധമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതിനുള്ളിൽ നടത്തിയിരുന്നത്. സ്വയം പര്യാപ്തമായ പരിസരം സൃഷ്ടിക്കുന്നതിനും ഫോർഡും പത്നിയും പ്രത്യേക താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എസ്റ്റേറ്റിലേക്ക് വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഒരു പവർ ഹൗസും ഇതിനുള്ളിൽ ഒരുക്കിയിരുന്നു എന്നതാണ് ചരിത്രം. ഈ പവർ ഹൗസിന് തറക്കല്ലിട്ടതാകട്ടെ വിഖ്യാത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസണും. വളരെ ലളിതമായ ഉദ്യാനവും സമീപത്ത് കല്ലുകൊണ്ട് നിർമ്മിച്ച വീടും ഉൾപ്പെടുന്നതാണ് ഫോർഡ് താമസിച്ചിരുന്ന കോമ്പൗണ്ട്. റൂഷ് എന്നൊരു നദിയും സമീപത്തുകൂടി ഒഴുകുന്നുണ്ട്. ലാളിത്യവും പ്രകൃതിയോടിണങ്ങിയുള്ള നിർമ്മാണ രീതികളുമാണ് എവിടെയും കാണാനാവുക. തികച്ചും ശാന്തമായ അന്തരീക്ഷമാണ് എസ്റ്റേറ്റിന്റെ മറ്റൊരു സവിശേഷത. ഒരു കാലത്ത് ലോകമെമ്പാടും നിന്നുള്ള പ്രതിഭാശാലികൾ ഫോർഡിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് എത്തിയിരുന്ന ഇടമാണിത്. ലോക ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒട്ടേറെ തീരുമാനങ്ങൾ കൈക്കൊണ്ട സ്ഥലം. നിലവിൽ മിഷിഗൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. ഒരു നേച്ചർ റിസർവായി പരിഗണിച്ച് യൂണിവേഴ്സിറ്റി എസ്റ്റേറ്റ് സംരക്ഷിച്ചു വരുന്നു. അതുപോലെ ധാരാളം പരീക്ഷണങ്ങൾക്കും എസ്റ്റേറ്റ് വേദിയാകുന്നുണ്ട്. അവസാനമായി ഡിട്രോയിറ്റ് സൂവിലേക്ക് പോകാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ മൃഗശാലകളിലൊന്ന്. 125 ഏക്കറോളം വരും പ്രദർശന കേന്ദ്രത്തിന്റെ ആകെ വിസ്തൃതി. 200-ലധികം സ്പീഷീസുകളിൽപ്പെട്ട 2000-ലേറെ മൃഗങ്ങളെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. ജീവികളെ കൂട്ടിൽ അടച്ചിടുന്നതിനു പകരം സ്വാഭാവികമായ പരിസ്ഥിതി സൃഷ്ടിച്ചുകൊണ്ട് പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നുവെന്നതാണ് ഡിട്രോയിറ്റ് സൂവിന്റെ പ്രത്യേകത. ഇതിനായി വിവിധതരം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുമുണ്ട്. കൃത്രിമ ഹാബിറ്റാറ്റുകൾ ഡിട്രോയിറ്റ് മൃഗശാലയുടെ മറ്റൊരു ആകർഷണമാണ്. ഒരാവാസ മേഖലയിൽ വളരുന്ന പലയിനം മൃഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള വിശാലമായ കൂടുകളാണിത്. ആർട്ടിക് റിംഗ് ഓഫ് ലൈഫ് എന്ന ഹാബിറ്റാറ്റിൽ പോളാർ ബെയർ, സീൽ തുടങ്ങിയ ജീവികളെ കാണാനാകും. ഒരു അണ്ടർ വാട്ടർ ടണലും ഈ ഭീമൻ കൂടിന് നൽകിയിട്ടുണ്ട്. പെൻഗ്വിൻ കൺസർവേഷൻ സെന്റർ പെൻഗ്വിനുകളെ പാർപ്പിച്ചിട്ടുള്ള ഹാബിറ്റാറ്റാണ്. പല ഇനത്തിലുള്ള 100 കണക്കിന് പെൻഗ്വിനുകളെ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്സ് എന്ന ഹാബിറ്റാറ്റിൽ ആഫ്രിക്കയിൽ നിന്നുള്ള മൃഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെന്നായ്ക്കൾക്ക് വേണ്ടിയുള്ളതാണ് മൃഗശാലയിലെ മറ്റൊരു ഹാബിറ്റാറ്റ്. ഡിട്രോയിറ്റ് സൂവിലെ വളരെ വേറിട്ട ആക്ടിവിറ്റിയാണ് ആനിമൽ ഇന്ററാക്ഷൻ. അപകടകാരികളല്ലാത്ത മൃഗങ്ങളെ തൊടാനും ഭക്ഷണം നൽകാനുമെല്ലാം ഇവിടെ അവസരമുണ്ട്. ഇതുകൂടാതെ മൃഗശാലയിലെ ജീവനക്കാർക്കൊപ്പം പരിപാലന ജോലികൾ കണ്ടു മനസ്സിലാക്കാനുള്ള അവസരവും ലഭ്യമാണ്. ഒരു പ്രദർശന കേന്ദ്രം എന്നതിനപ്പുറം മൃഗങ്ങളെയും അവയുടെ ജീവിത രീതികളെയും അടുത്തറിയാനുള്ള വിജ്ഞാന കേന്ദ്രം കൂടിയാകുന്നുണ്ട് ഡിട്രോയിറ്റ് സൂ. വാഹന വ്യവസായ രംഗത്ത് വിപ്ലവം തീർത്ത ഡിട്രോയിറ്റിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. പോയ കാലത്തിന്റെ ഓർമ്മകൾ ഇവിടെ ഇന്നും പല രൂപത്തിലും ഭാവത്തിലും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഡിട്രോയിറ്റ് നദിയും പരിസരവും തീർക്കുന്ന കാഴ്ചകളും സന്ദർശകർക്ക് ഒരു വിരുന്നാകുന്നു.